ഇന്നേ കുഞ്ഞമ്മത്തിയും കൂർക്കയും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ? കൂർക്ക എല്ലാം അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് മത്തി ഒന്ന് കറിയാക്കാം അല്ലേ? കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പം നമ്മളിതാ 1/4 സ്പൂൺ ഉലുവ ഇട്ടു. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കോട്ടെ. കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതാ സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്. മീനൊന്ന് ആകുന്ന സമയത്തേ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്കയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാവേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിഞ്ചുപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വാടട്ടെ. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണ് 1/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ. പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരു കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, കൊടംപുളി, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കൂർക്കയൊക്കെ ഇതാ വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. മീനിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീൻ പെറുക്കിയിടാവേ. കുഞ്ഞമ്മത്തീനെ പെറുക്കി അങ്ങോട്ട് ഇട്ടേക്കാം. മൂടി വെച്ചേക്കാവേ. ഒന്ന് തിളച്ചോട്ടെ. മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ കൂർക്കനെയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാവേ. രണ്ടുപേരും കൂടെ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ട് അതിലൊന്ന് സെറ്റായിക്കോട്ടെ. മൂടി വയ്ക്കാം. നമ്മുടെ കൂർക്ക മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞമ്മത്തിയും കൂർക്കയും കൂടെയുള്ള സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ? ഞാൻ ഇച്ചിരി കപ്പയുടെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. എങ്ങനെയാ നമുക്കിത് കഴിച്ച് കാണിക്കാതെ എങ്ങനെയാല്ലേ? രാവിലെ ചെണ്ടൻ കൂടെയാണ്. കൂർക്ക ഒരെണ്ണം തിന്നു നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.